ഹരി ഓം ശ്രീമന്നാരായണീയം. ദശകം 3 ഭക്തി പ്രാർത്ഥന. ഈ ദശകത്തിന്റെ വൃത്തം ശിഖരണിയാണ്. കവി തനിക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ 2ാം ദശകം അവസാനിപ്പിച്ചത്. ഗുരുവായൂരപ്പന്റെ കാരുണ്യം ഉണ്ടായാൽ മാത്രമേ തനിക്ക് ഭക്തി നിലനിർത്താനും വർദ്ധിപ്പിക്കുവാനും കഴിയുകയുള്ളൂ എന്ന് ഈ ദശകത്തിൽ പറയുന്നു. യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവം എന്തെന്ന് നാം 1ാം ശ്ലോകത്തിൽ വിവരിക്കുന്നു. ശ്ലോകം 1. പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ശ്രീഹരേ നമ. വരദ തേ നാമാനി പഠന്ത രൂപം. ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ, നിന്തിരുവടിയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും ഗുണങ്ങളും കഥയന്തഃ കഥകളും പറഞ്ഞുകൊണ്ടും പ്രമദഭരസിന്ധോ പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന നിപതിതാഹ ചരന്ത ഏ ഭക്താഹ ഏതു ഭക്തന്മാരാണോ നിൻ തിരുവടിയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത്, തൊയ്ഖലുരമന്തേ രമിച്ചുകൊണ്ടിരിക്കുന്നത്, അമൂൻ പരം അഹം അവരെ മാത്രമേ ഞാൻ സമാധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായി വിചാരിക്കുന്നുള്ളൂ. ആനന്ദസ്വരൂപനായ ഭഗവാനിൽ മുഴുകി ജീവിക്കാൻ ഇടവരുന്നതിൽ കവിഞ്ഞൊരാഗ്രഹവും മനുഷ്യ ജീവിതത്തിൽ സാധിക്കാനില്ലെന്ന ഭാവം. ഈ വിധത്തിലുള്ള ഒരു ഭക്തനാവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് കവി സൂചിപ്പിക്കുന്നു. ഭഗവതിപാടിവിടെ സൂചിപ്പിക്കുകയാണ്. ഭഗവാനെ അവിടുത്തെ ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഈ ജീവിത അല്ലെങ്കിൽ മനുഷ്യന്റെ ജന്മം സഫലമാകുന്നുള്ളൂ. അല്ലയോ വരദായകനായ ഭഗവാനെ, അങ്ങയുടെ നാമങ്ങളെ പ്രകീർത്തിക്കുന്നവരും അങ്ങനെ സന്തോഷ സമുദ്രത്തിൽ പതിക്കപ്പെട്ടവരും അങ്ങയുടെ കോമള വിഗ്രഹത്തെ ഭജിക്കുന്നവരും ബഹുവിധ ഗുണങ്ങളെ വർണ്ണിച്ചു പറയുന്നവരും അലഞ്ഞു നടന്നു അങ്ങയുടെ സ്മരണയാൽ ഒന്നില്ലാൻ മാത്രം ആനന്ദിക്കുന്നവരും തന്മൂലം സർവ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുള്ളവരുമായ അങ്ങയുടെ ഭക്തന്മാർ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം. ശ്രീഹരിയം എന്ന നിഴൽ നാരായണീയത്തിലെ ഭക്തി പ്രാർത്ഥന പദ്യരൂപത്തിൽ രചിച്ചിരിക്കുന്ന 1ാമത്തെ ശ്ലോകം ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. നാമസങ്കീർത്തനം ചെയ്തു ആനന്ദത്തിൽ മുങ്ങുന്നോരും നാമി തന്റെ വിഗ്രഹത്തെ ഭജിക്കുന്നോരും അവിടുത്തെ സ്മരണയിൽ എല്ലാം മറന്നാടുന്നോരും ഭാഗ്യജന്മശാലികളാണെന്നറിയുന്നു. ശ്രീഹരേ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.